മാംഗോ സാലഡ് വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാംഗോ സാലഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ സാലഡിനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത പാകമായിട്ടുള്ള ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ക്യൂബ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്താൽ മതി. ക്യൂബ്സ് ആയിട്ട് മാംഗോ കിട്ടും. അടുത്തതായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർമെലൺ ആണ്. അപ്പോൾ വാട്ടർമെലൺ ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാംഗോയും അതുപോലെ വാട്ടർമെലണും ഇതുപോലെ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് അനാറാണ്. അനാർ അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ്. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് ആ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൈസി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ലെമണാണ്. അപ്പോൾ കുറച്ച് ലൈം ജ്യൂസ് കൂടെ ഇതിലേക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ, അതുപോലെ ലെറ്റൂസ് ലീഫ്, ക്യാപ്സിക്കം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ട് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതല്ലാതെയും ടേസ്റ്റ് ഉണ്ടാവും സാലഡിന്. നമ്മുടെ സ്പൈസി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാംഗോ സീസൺ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.